കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളിയിൽ കാർ കയറ്റി ഒരു യുവതിയെ കൊന്ന സംഭവത്തിൽ ആ കാർ പിന്നീട് ഒടുവിൽ വന്നു നിന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കരുനാഗപ്പള്ളി ജംഗ്ഷനിലേക്ക് പോകുന്ന ഈ ഭാഗത്താണ്. ഇവിടെ വെച്ചാണ് ഈ കാർ നാട്ടുകാർ തടഞ്ഞിടുകയും ഈ കാറിൽ നിന്ന് ഈ അജ്മലും അതുപോലെ തന്നെ ഡോക്ടർ ശ്രീകുട്ടിയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. ഇതിനുശേഷം ഈ വീട്ടിലേക്കാണ് ഇവർ ഇരുവരും പിന്നീട് പോകുന്നത്. ഈ വീട്ടിലെ ഗൃഹനാഥൻ, അതായത് പ്രദീപായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ചേട്ടൻ ആ സമയത്ത് കണ്ടത്? ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടും കടയുമായിട്ടുള്ള എന്റെ അയൽവാസിയുടെ വീട്ടിലോട്ട് ഞാൻ ഓണത്തിന്റെ പായസം ഞാൻ കൊടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അമിത വേഗത്തിൽ വരുന്ന ഈ കാറും അതോടൊപ്പം കാറിനെ ചേസ് വരുന്ന 3-5 ബൈക്കും വന്ന് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് സഡൻ ബ്രേക്കായിട്ട് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ബൈക്കിൽ വരുന്ന ഒരു കാറിലുള്ള ഡ്രൈവ് ചെയ്ത ആളെ പിടിച്ചു ഉപദ്രവിക്കുന്ന ഇവിടെ വീടിന്റെ ഫ്രണ്ടിലെ ഇത് തന്നെ ഈ സ്പേസ് സ്പോട്ട് തന്നെ. അപ്പോൾ റീസൺ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഞാനും എന്റെ തൊട്ടടുത്ത് കട നടത്തുന്ന സുഹൃത്തും അതുപോലെ തന്നെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഹാരിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരാണ് ഇതിന്റെ സാക്ഷികളായിട്ട് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ റീസൺ എന്താണെന്ന് അറിയുന്നില്ല. ഒരാളിനെ ഉപദ്രവിക്കുകയോ പറയുന്ന സമയത്ത് നാട്ടുകാരെ ഞങ്ങൾക്ക് എന്താണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ തൊട്ട് ആ കാറിന്റെ റൈറ്റ് സൈഡിലൊരു സ്ത്രീ ഇരിപ്പുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കമാണ് എന്നുള്ളത്? സുഹൃത്തുക്കൾ തമ്മിലുള്ള വാക്ക് തർക്കമോ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കോ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. രണ്ടാമത് വിചാരിച്ചത് മദ്യം കഴിച്ചതിനുള്ള എന്തെങ്കിലും കശപിശയാണെന്ന് വിചാരിച്ചു. മൂന്നാമതൊരു സ്ത്രീ കാരണം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വിഷയമാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിതിനകത്ത് ആരും ഒന്നും ബന്ധപ്പെട്ടില്ല. ഈ പ്രശ്നങ്ങളെ കേൾക്കുന്നുണ്ട്, ഇടപെടാനുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഇത് റെയിൽവേ സ്റ്റേഷനും ഈ ഹൈവേ ആയിട്ടുള്ള റോഡാണ്. 24 മണിക്കൂർ റോഡ് ഇങ്ങനെ പല തരത്തിലുള്ള പല സംഭവങ്ങളും നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പലത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, പലത് നമ്മൾ കണ്ടില്ലെന്ന് കാണാറുണ്ട്. ഇപ്പോഴത്തെ കാര്യം പണ്ടത്തെ പോലെ ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. പണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടം അതല്ലാത്തതുകൊണ്ട് നമ്മളതിനെ സഡനായിട്ട് പ്രതികരിച്ചില്ല. പക്ഷെ പ്രതികരിക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്കിത് ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണുന്നുമില്ല. കാര്യം ഒന്നുകിൽ ഉപദ്രവിക്കുമ്പോൾ ശിക്ഷ വാങ്ങിക്കുന്നവർ അത് അവരെ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടി കൊള്ളുമ്പോൾ പോലും അജ്മല് അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പോകുന്നില്ല, അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. അവർ സുഹൃത്തുക്കളെ ചങ്കേ മുത്തേ കരളെന്നും പറഞ്ഞാണ് സംസാരിക്കുന്നത്, പേരെടുത്താണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ദൃക്സാക്ഷി എന്നുള്ളതിൽ നമ്മളതിനകത്ത് എന്താ പ്രതികരിക്കാൻ? എനിക്ക് പ്രതികരിക്കത്തക്ക രീതിയിലുള്ള ശിക്ഷ എന്താണെന്ന് നമുക്ക് അറിയുന്നുമില്ല. അപ്പോൾ അത് അറിയുന്നതൊക്കെ ലാസ്റ്റ് ഇതെല്ലാം കഴിയുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടാണ് വന്നത്, ഇദ്ദേഹം അങ്ങനെ ഒരു ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്, ഇങ്ങനെയുള്ള ആളാണല്ലോ. പക്ഷെ അങ്ങനെ തിരിച്ച് പ്രതികരിക്കാനുള്ള സമയം നമുക്ക് അന്നേരം നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇതാണ് എന്റെ വാസ്തവം. വീട്ടിലുള്ള അതെ, ഈ കയറുന്ന സമയത്ത് 100-150 പേര് ഉപദ്രവിക്കുന്ന സമയത്ത് തന്നെ അവരിൽ നിന്ന് തന്നെ പതുക്കെ വളരെ നൈസായിട്ടാണ് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നത്. വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് ഞാൻ എന്റെ തൊട്ട് അടുത്തുള്ള ലാബ് എന്നുള്ള വാട്ടർ ടെസ്റ്റിംഗ് ലാബിന്റെ കടയുടെ മുകളിൽ നിന്ന് ഞാനത് കടയുടെ ഷട്ടർ ഇടുകയും അതുപോലെ തന്നെ ആരൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ എടുക്കുകയും ചെയ്യായിരുന്നു എന്റെ സംഭവം. ആ സമയത്ത് പുറത്തുനിന്നുള്ളവരാണ് മർദ്ദിക്കുന്നത്, പുറത്തുനിന്ന് വരുന്നതാണ് മർദ്ദിക്കുന്നത്. അല്ല, നാട്ടുകാരും ഇതിനെ ഒന്നും ഇടപെടുന്നില്ല, ഈ വിഷയത്തിലോട്ട് ഇടപെടുന്നില്ല. അപ്പൊ അവർ ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി അറിഞ്ഞിട്ടാണ് മർദ്ദിക്കുന്നത്. അപ്പൊ അവരെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വരുന്നവർ ആ രീതിയിലാണ് വരുന്നത്. അത്ര പ്രകോപനപരമായ അടിക്കുന്നു എടുക്കുന്നല്ലാതെ ക്രൂരമായ മർദ്ദനമൊന്നും അതിനകത്ത് കൊണ്ടിട്ടില്ല. അവൻ വളരെ കൂളായിട്ടാണ് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നത്. അതെ അതെ, നടന്ന് കയറി വരുന്ന സമയത്ത് എന്റെ വൈഫ് വാതിലിന്റെ ഫ്രണ്ടിൽ നിന്ന് വിളക്കൊക്കെ ഒരുക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം കയറി വരുന്നത്. അപ്പൊ എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഒരു കാര്യം പറയാനെന്നും പറഞ്ഞ് ഭാഗത്തോട്ട് കയറാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ വൈഫ് തടഞ്ഞു. അപ്പോൾ വൈഫിന്റെ കൈ മാറ്റി വലിച്ചെറിഞ്ഞിട്ടാണ് അകത്തോട്ട് വീട്ടിലോട്ട് കയറി വരുവാണ്. അതെ അതെ അതെ, ഉള്ളോട്ട് കയറി വരുന്നപ്പോൾ സമയത്ത് എന്റെ പ്രായമായ അമ്മയുണ്ടായിരുന്നു. അമ്മ ബഹളം ഉണ്ടാക്കി. എന്നിട്ട് അകത്തെ റൂമിലെ എന്റെ മക്കൾ രണ്ടും ആ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. അവര് ഈ സംസാരം കേട്ട് അവരെ ഞെട്ടി ഉണർന്നു. അപ്പോഴത്തേക്ക് ഇയാള് അവിടുന്ന് മാറി അടുക്കളയുടെ വാതക്കിലോട്ട് നേരെ പുറത്തോട്ടിറങ്ങി അങ്ങ് പോകുന്നതാണ് നടന്നത്. അപ്പൊ അങ്ങനെ ബാത്റൂമിൽ കയറി പാത്തിരിക്കാൻ അറിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനകത്തിരിക്കേണ്ട, പുറത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി ആള് മതിലിയാടി പുറത്തു പോയി. ഇതിനുശേഷമാണ് ഈ ഡോക്ടർ പിന്നീടാണ് ഇതിലേക്ക് വരുന്നത്. ഇതിനുശേഷമാണ് ഈ ഡോക്ടർ എന്നുള്ളത് അകത്തോട്ട് കയറിയത്. അത് ആ കയറി വരുന്ന സമയത്തും എന്റെ വൈഫ് ഇതേപോലെ എന്തിനാ വരുന്ന വെച്ചാൽ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി അകത്ത് കയറി പോയി മൂലയ്ക്ക് മാറി നിൽക്കുകയാണ്. പിന്നീടാണ് ഈ കൂടെ വന്നവർ അല്ലെങ്കിൽ ഈ ചേസ് ചെയ്ത് വന്നവർ വീടിനുള്ളിലേക്ക് കയറാനുണ്ടായ സാഹചര്യം. അവരൊന്നപ്പം കുറച്ചേരം കഴിഞ്ഞാൽ പറഞ്ഞ അവനെ ഇറങ്ങി പോയിട്ടുണ്ട്, നിങ്ങൾ അവനെ പിടിക്കണം, ഇതിലെ മതിലി അടി ഞാൻ പോയെന്ന് പറയും.
അപ്പൊ അവരത് വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് അതാണ് അവർ താങ്കൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ അവർ ശ്രമിച്ചത്. തീർച്ചയായിട്ടും അവർക്ക് തോന്നിപ്പോവും അങ്ങനെയാണെന്ന്. പക്ഷെ അവനന്തരം അവരെ ഓപ്പൺ വീടെന്ന് പറഞ്ഞാൽ ഓപ്പണേ കിടക്കും. എവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം അവരെങ്ങോട്ട് പോകണമെന്നെല്ലാം കാണാം. പക്ഷെ എങ്കിലും അവരുടെ മനസ്സിൽ സംശയമുണ്ട് നമ്മളിതിനകത്ത് ഒളിപ്പിച്ചേക്കാൻ. പക്ഷെ എന്നെ ഒളിപ്പിച്ചേക്കാൻ നമ്മൾക്ക് ഇവൻ എന്ത് മുൻപരിചയമില്ല, ഒന്നുമില്ല. നമ്മുടെ അയലല്ല, ബന്ധുവല്ല, ഒരു അറിയില്ല. അതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഞാൻ പോയതാ. ആ ലേഡി വന്നിട്ട് പിന്നീട് എന്താണ് ഇവിടെ പറഞ്ഞത്? ലേഡി വന്നിട്ട് അന്നേരം വൈഫ് പുറത്തോട്ടിറങ്ങണമെന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞ് ഞാനിൽ പെണ്ണല്ലൊക്കെ ചേച്ചി ഞാനിവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വൈഫ് ചെന്ന് ചോദിക്കുന്നു ഇത്തരത്തിൽ ഒരു അപകടം നടത്തിയിട്ടാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് അവൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അന്നേരം അങ്ങനെ പറഞ്ഞില്ല. ഞാനൊരു ഡോക്ടറാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ വന്നത്, അതുകൊണ്ട് ഞാനിവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാണ് അപ്പരയ്ക്കകത്ത് നിന്നേ. അപ്പോൾ പലരും ഇവരെ പിടിച്ചിറക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈഫ് പറഞ്ഞ് അവരുടെ നിന്നോട്ടെന്ന് പറഞ്ഞ് അവർ പുറത്തു പോകത്തില്ല, പോലീസ് വന്നിട്ട് തിരിച്ചിറക്കി വിടാന്ന് പറഞ്ഞ് അങ്ങനെ പോലീസ് വന്ന് അവരെ തിരിച്ചിറക്കി. നിങ്ങൾക്കും ഭയം ഉണ്ടായിരുന്നു അവരെന്തെങ്കിലും ചെയ്ത് പോകുമോ എന്നുള്ള ഭയം നിങ്ങൾക്കും ഉണ്ടായിരുന്നു അല്ലേ? അടുക്കളയിൽ നിന്ന് ഇനി എന്തെങ്കിലും അടുക്കളയ്ക്കകത്തിരിക്കുമ്പോൾ കത്തിയും പിന്നെ പലതരത്തിലുള്ള വെട്ടത്തി ഇതൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ നമുക്ക് വേണ്ടുന്ന സാധനം. അപ്പൊ അതൊക്കെ എടുത്ത് ചിലപ്പോൾ അവർ സ്വയം കൈമുറിക്കുകയോ അല്ലെങ്കിൽ പിടിക്കുന്നവരെ ചിലപ്പോൾ ഉപദ്രവിക്കുകയോ ചെയ്യുന്നുണ്ട്. നമ്മളും അതൊരു സന്ദർഭപരമായിട്ട് അവരുടെ നിന്നോട്ടെ എന്നുള്ള രീതി അവരെ ശാന്തപ്പെടുത്തി അവിടെ നിർത്തി. പോലീസ് വന്നപ്പോൾ അവരെ ഇറക്കി. വനിതാ പോലീസ് ഇല്ലായിരുന്ന സാഹചര്യത്തിൽ പിന്നെ എന്റെ സുഹൃത്തായ മുരളി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വൈഫൂടെ പോലീസിന്റെ അവിടെ നിർബന്ധിച്ച് ആ വാഹനത്തിൽ കയറി സ്റ്റേഷനിൽ കൊണ്ടുവിടുകയാണ് ഉണ്ടായിരുന്നത്. അല്ല അവരെ ഉപദ്രവിക്കുക മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർക്കൊരു ആദ്യഘട്ടത്തിൽ സ്ത്രീ എന്ന പരിഗണനയാണ് നമ്മൾ കൊടുത്തത്. കാരണം എന്താണെന്ന് കുറ്റം അറിയുന്നില്ല. സ്വാഭാവികമായി ഒരു വലിയ ഒരു വയലന്റ് അയക്കുന്ന ഒരു മോബിൽ നിന്നൊരു സംരക്ഷണം ആ ഘട്ടത്തിൽ കൊടുക്കുകയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും അവര് നമുക്ക് ഈ ഇതിന്റെ കാര്യത്തിന്റെ വ്യാപ്തി, ഈ വിഷയത്തിന്റെ വ്യാപ്തി അറിയുന്നില്ല, എന്താണെന്ന് എന്ത് കുറ്റമാണെന്ന് അറിയുന്നില്ല. കാണുമ്പോൾ നല്ലൊരു കുലീനത്വമുള്ള അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് നല്ലൊരു വരുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിലുള്ള ഒരു ലേഡി എന്നുള്ള ഒരു പരിഗണന പൂർണ്ണമായിട്ടും നമ്മളത് കൊടുത്തു. അതേ രീതിയിൽ വേറെ വനിതകളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പുറത്തു നിൽക്കാം. വേറെ ഒരു സ്ത്രീകളും ഇല്ല. ആ ഒരു സ്ത്രീ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്റെ വൈഫ് അതിനുള്ള രീതിയിലുള്ള ഇത് കൊടുത്ത് മറ്റുള്ളവരെ ആരുടെയും ഉപദ്രവത്തിലേക്കാതെ തന്നെ നിർത്തി. പോലീസ് വന്നപ്പോൾ അപ്പൊ അവരുടെ കൂടെ വിടിയാണ് ചെയ്തത്. അജ്മല് പോകുന്ന സമയത്തൊന്നും എന്താണ് താൻ ചെയ്ത കുറ്റമൊന്നും ഒന്നും പറഞ്ഞിരുന്നില്ല. ഇല്ല, ഒന്നും അറിയുന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അജ്മലും പറയുന്നില്ല, വരുന്ന ഉപദ്രവിക്കുന്നവരും പറഞ്ഞില്ല ഇന്ന റീസൺ ആണ്. ഒന്നിൽ വരുന്നവർ പറയണം, ഇതാണ്ട് ഇങ്ങനൊരു കുറ്റം ചെയ്തിട്ട് വന്നതാണ്, നിങ്ങൾ നാട്ടുകാരിത് അറിയണമെന്നുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടുകാരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ ഒരു കാര്യം അവർ പറയുന്നില്ല. വരുന്നവരെല്ലാം ഉപദ്രവിക്കുക എന്നല്ലാതെ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും കാണുന്നില്ല. എനിക്ക് ഉപദ്രവം എന്ന് പറഞ്ഞാൽ അത്ര അസഹനീയമായ ഉപദ്രവമല്ല. അവർ വന്ന് ഒരു അടി കൊടുക്കുന്നു, അവരുടെ വികാരം അന്നേരം അതൊക്കെ പ്രകടിപ്പിക്കുന്നു. അതിനെ വളരെ ലാഘവത്തോടെ അയാൾ തട്ടിമാറി എസ്കേപ്പായി പോകുന്നു. അതാണ് അതിന്റെ വാസ്തവം. ഈ അപകടം ഉണ്ടാക്കിയ ശേഷം ഈ അജ്മലും ശ്രീകുട്ടിയും കടന്നു വന്നത് ഈ വീട്ടിലേക്കാണ്. ഇവിടെ വെച്ചാണ് അവർ അഭയം തേടാൻ വേണ്ടി ശ്രമം നടത്തിയത്. ഇവിടെ നിന്നാണ് പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പ്രദീപും കുടുംബവും അജ്മലിനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. പക്ഷേ അതൊരു വാസ്തവമാണ് ഇപ്പോൾ പ്രദീപ് പറഞ്ഞത്. ഒരു വയലിനായി നിൽക്കുന്ന മോബിൽ നിന്ന് സ്വമേധയാ അജ്മൽ ഇവിടേക്ക് കയറി വരികയായിരുന്നു. ഇവിടെ നിന്ന് പിന്നീട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമാണ് അജ്മൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരു ശ്രീകുട്ടിയെ പോലീസിനെ ഏൽപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രദീപും കുടുംബവും ചെയ്തത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.